ജറീന ജാസ്മിൻ എന്ന് പറയുന്ന ഒരു പേഴ്സൺ ലൈഫിലെ ഉണ്ടായ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് എന്താണ്? ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ റിഗ്രറ്റ് തോന്നിയിട്ടുണ്ട്, ഇതൊന്നും വേണ്ടായിരുന്നു, അങ്ങനെ തോന്നിയിട്ടുണ്ട്? ആക്ച്വലി ഞാൻ കേരളത്തിൽ കല്യാണം കഴിച്ചു എന്നുള്ളത് തന്നെയാണ്. കാരണം കേരളത്തിന്റെ ഒരു മരുമകളാണല്ലോ നമ്മള്. ഞാൻ ഒരുപക്ഷെ ലക്ഷദ്വീപിലായിരുന്നെങ്കിൽ എനിക്ക് നല്ല രീതിയിലുള്ളൊരു പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫാണ് അവിടെ. എല്ലാവരും നല്ല ആൾക്കാരാണ്, അവിടെ ജീവിച്ചു പോവാം. പക്ഷെ എന്നാൽ പോലും എന്റെ ഒരു കരിയർ ഗ്രോത്ത് എനിക്ക് ഉണ്ടാവില്ല. കാരണം അവിടെ അങ്ങനെ വലിയ ഗ്രോത്ത് ഒന്നും കിട്ടത്തില്ല. പിന്നെ അവിടെ അധികം ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. എനിക്കൊരു പക്ഷെ എന്തെങ്കിലും ഒരു ഗവൺമെന്റ് ജോലി കിട്ടി ഞാൻ അവിടെ ഇരുന്നേനെ. പക്ഷെ അത് മോശം ജോലിയാണെന്നല്ല ഞാൻ പറഞ്ഞത്. എല്ലാവരും ഇന്നത്തെ കാലത്ത് ഗവൺമെന്റ് ജോബിന് വേണ്ടി കഷ്ടപ്പെടുക. അതെ, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എക്സ്പോഷർ കിട്ടില്ല. അതെ, കിട്ടത്തില്ല. പിന്നെ ഞാൻ എന്റെ ഓഫ്കോഴ്സ് എന്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് തന്നെയാണ്. അപ്പൊ റിഗ്രറ്റ് എന്ന് പറയുമ്പം എനിക്ക് ഇന്നേ വരെ ഈ പ്രൊഫഷണലോട് ഒരു റിഗ്രറ്റ് തോന്നിയിട്ടില്ല. പലപ്പോഴും തോന്നുന്നത് എന്താന്ന് വെച്ചാൽ ഇതിന്റെ പേരിൽ മറ്റുള്ള ആൾക്കാർ ഈ പറഞ്ഞ ഇപ്പൊ താങ്കൾ നേരത്തെ ചോദിച്ച പ്രസവത്തിന്റെ കേസ്, അത് അങ്ങനെ ഇതിന് ഭയങ്കര ഡീഗ്രേഡ് ചെയ്ത് കാണുന്ന ആൾക്കാരുണ്ട്. ഡീഗ്രേഡ് ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന തെറാപ്പിസ്റ്റുമാരുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഇതിനെ ഹൈലി പ്രൊഫഷണലി കൊണ്ടുവരുമ്പോൾ, ഒരു ഇന്റർനാഷണൽ ലെവലിലോട്ട് ഇതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ മറ്റു ചിലർ അതിനെ വെറും ഷൂ എന്നുള്ള രൂപത്തിൽ താഴത്തോട്ട് ഇറക്കുമ്പോൾ നമുക്ക് റിഗ്രറ്റ് തോന്നും. ഞാൻ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ടു, ഞാൻ രാപ്പകലില്ലാണ്ട് കഷ്ടപ്പെട്ട്. നമുക്കറിയാം ഇതൊരു ബ്രാൻഡാണ്, എന്റെ ബ്രാൻഡിന്റെ പേര് ബാക്ക് ടു ബാലൻസ് എന്നാണ്. അപ്പൊ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ചില്ലറ പാടൊന്നും അല്ല ഉള്ളത്. നമ്മൾ അഹോരാത്രം പ്രവർത്തിക്കണം, നമ്മൾ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നമ്മൾ എണീറ്റിരുന്ന് പണിയെടുക്കണം. അപ്പോ അതിൽ റിഗ്രറ്റ് എന്നുള്ള ഒരു സംഭവം ആക്ച്വലി തോന്നുന്ന സമയത്ത് പോലും ഞാൻ അതിനെ ഓവർകം ചെയ്യും. ഇത് ഓവർകം ചെയ്യുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാല്, എനിക്ക് റിഗ്രറ്റ് തോന്നി, അല്ലെങ്കിൽ എന്റെ പ്രൊഫഷനിൽ എനിക്കൊരു മടുപ്പ് തോന്നി, അല്ലെങ്കിൽ എന്നെ ഇനി ഇത് വേണ്ട, എന്നെ എല്ലാവരും ഇങ്ങനെ ഹരാസ് ചെയ്യുന്നു, പിന്നെ ഞാൻ എന്തിനാ ഇതിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത്, ഈ പ്രൊഫഷനിലും കൊണ്ട് ഞാൻ എന്തിനാ നിൽക്കുന്നത് എന്ന് ചിന്തിക്കുന്ന സമയത്തൊക്കെ എന്റെ മനസ്സിൽ കയറി വരുന്നത്, എന്റെ മനസ്സിൽ വരുന്നതും ഒക്കെ മെമ്മറിയിൽ വരുന്നതെന്ന് വെച്ചാൽ, എന്നെ പ്രതീക്ഷിച്ച് വരുന്ന കുറേ പേഷ്യൻസ് ഉണ്ട്, എന്നെ പ്രതീക്ഷിച്ച് വരുന്ന ഒത്തിരി കുട്ടികളുണ്ട്. അതും സാധാ കുട്ടികളല്ല, ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ, അവർക്കൊക്കെ ഫ്രീ ട്രീറ്റ്മെന്റ് ആണ് നമ്മുടെ അവിടെ. അപ്പൊ എനിക്ക് വേണമെങ്കിൽ ഡിപ്രഷൻ അടിച്ച് കമന്ന് കിടക്കാം. അപ്പൊ അങ്ങനെ വരുമ്പം ഇവരെ ആര് നോക്കും? എന്റെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് എന്ന് പറയണത്, അവര് നമ്മളോട് പറയൂല്ലോ എനിക്കിപ്പം മാറിയിട്ടോ, അല്ലെങ്കിൽ ഒരു ആശ്വാസം ഉണ്ട് കേട്ടോ, ഇത് ജീവിതത്തിൽ ജനിച്ചത് മുതൽ സംസാരിക്കാൻ പറ്റാത്തൊരു കുട്ടി അമ്മ എന്ന് വിളിച്ചു എന്ന് പറയുമ്പോൾ ആ അമ്മയുടെ കണ്ണിലുണ്ടാവുന്ന ഒരു വെളിച്ചം ഉണ്ടല്ലോ, ഹാപ്പിനെസ്. അതിൽ കൂടുതൽ എനിക്ക് ആ റിഗ്രറ്റ് എന്ന് പറയുന്ന ഒരു വേർഡിനോടെ അത് മറന്നുപോകും. അതാണ് എൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ശരിക്കും.